try to push you my deal. Take your time to complete. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നും ഷോപ്പിംഗ് വ്ളോഗാണ്. ഇന്ന് വേറൊരു സൂപ്പർ മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്, B&M എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് കുറച്ച് ടോയ്സൊക്കെ മേടിക്കണം. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടുത്തെ മൊത്ത സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് കാഴ്ചകളിലോട്ട് പോവാം. സോ ഗൈസ്, ഇത് UK ഉള്ളൊരു ഫേമസ് സൂപ്പർ മാർക്കറ്റാണ് B&M എന്ന് പറയുന്നത്. സോ ഇവിടെ കുറേ ടോയ്സ് ഉണ്ട്. ഞാൻ ഈ ടോയ്സൊക്കെ നോക്കാനാണ് വന്നത്. ഇതൊക്കെ കൊള്ളാം. ഇതൊക്കെ സോഫ്റ്റ് ടോയ്സാണ്. കുറേ സംഭവങ്ങളുണ്ട്. ഇതെന്തുവാണ്? കൂളിംഗ് ഡോഗ്. ഇതെന്തോ പെറ്റ്സിൻ്റെ എന്തോ സംഭവമാണ്. ഇതെല്ലാം സോഫ്റ്റ് ടോയ്സാണ്. ഇതെന്തോ, ഇത് ചിക്കനാണല്ലോ. ഈ ചിക്കൻ്റെ ഫ്രണ്ടിൽ എന്തുവാ സംഭവം? സൗണ്ട് ഉണ്ടാക്കുന്ന ചിക്കൻ്റെ ഫ്രണ്ടിൽ എന്താണ് എന്തോ. ഇതെനിക്ക് വേണം ഡോഗിന് ചവയ്ക്കാനുള്ളതാണെന്ന് തോന്നുന്നു. എനിക്കൊരു പഗ്ഗുണ്ട്, ഒരു പേർഷ്യൻ ക്യാറ്റുണ്ട്. പഗ്ഗിന് വേണമെങ്കിൽ മേടിച്ചു കൊടുക്കാം, അവന് ഈ സൗണ്ടൊക്കെ ഇഷ്ടപ്പെടും. ഇതെല്ലാം പെറ്റ്സിൻ്റെ ഏരിയയാണ്. പെറ്റ്സിൻ്റെ കുറേ സംഭവങ്ങളും അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുന്നത്. ച്യൂ ടോയ്സ്, പിന്നെ അവരുടെ ലീഷ്, അവർക്ക് വേണ്ടുന്ന മറ്റേ ഹാർനെസ്സും ഡ്രസ്സും ആയിട്ടുള്ളതും ഇതൊക്കെ മേടിക്കണം. ഇതെൻ്റെ ലൂയിക്ക് മേടിക്കണം. ലൂയിയാണ് എൻ്റെ പഗ്ഗിൻ്റെ പേര്. ലീഷും പല ടൈപ്പുണ്ട്. ഈ ടൈപ്പ് ലീഷൊക്കെ ഉണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് ഡോഗ്സിൻ്റെയൊക്കെ പാത്രമാണ്. പ്ലാസ്റ്റിക്കിനേക്കാളും മെറ്റലാണുള്ളത്. ഇത് സെറാമിക്കാണ്. അത് പെട്ടെന്ന് പൊട്ടുമെന്ന് തോന്നുന്നു. ഇത് അവർക്ക് കിടക്കാനുള്ള ബെഡാണ്. ഡോഗ്സിന് കിടക്കാനുള്ള ബെഡ്. ഇത് ബോക്സ് എന്തുവാണ്? എനിക്ക് തോന്നുന്നു പൂച്ചയ്ക്കൊക്കെ കയറി ഇരിക്കുന്ന കളിക്കാനൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. ബ്ലാങ്കറ്റ്സ്, അങ്ങനെ കുറേ സംഭവം. ഇതെല്ലാം പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ടോയ് സെക്ഷനാണ് കേട്ടോ. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇവിടെ കുറച്ച് ചോക്ലേറ്റ് ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഡ്രിങ്ക്സ് ഐറ്റംസൊക്കെയാണ്. ബിയർ, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇവിടെ ഒരു പാട്ട് ഇട്ടിട്ടുണ്ട്, കോപ്പിറൈറ്റ് അടിക്കുമോ എന്തോ. ഞാൻ എന്തായാലും ഈ ഏരിയയിലോട്ട് പോകുന്നു. ഇവിടെ സ്നാക്സ് ഒക്കെയാണ്, ലേസ് അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇതൊക്കെ ക്ലീനിങ് ഐറ്റംസ് ആണ്, ഹൗസ് ക്ലീനിങ് ഐറ്റംസ്. I could, because I'd rather buy that instead of this, and I can put so much more stuff in there. നമുക്ക് വെറൈറ്റി ഐറ്റംസ് മാത്രം ഫോക്കസ് ചെയ്യാം ഗൈസ്. ഒരു വെറൈറ്റി ഐറ്റം നിഖിൽ മോൻ അവിടെ ഉണ്ട്. ഇത് കുട്ടികളുടെ ചപ്പലൊക്കെ കിട്ടുന്ന സ്ഥലം. പ്രോട്ടീൻ പൗഡർ. ഇവിടെ എല്ലാം മിക്സ്ഡ് ആണെന്ന് തോന്നുന്നു സംഭവങ്ങൾ. ഇതൊക്കെ ഹെയർ ഡ്രയർ. ഇതിപ്പം മിക്ക ഡെർമറ്റോളജിസ്റ്റും കാണിക്കുന്നൊരു സംഭവം, പോർ ക്ലീനർ. മേ ബി ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മേടിച്ച്. അതുപോലെ തന്നെ ട്രിമ്മേഴ്സൊക്കെ ഉണ്ട്. ഇത് വോൾ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ് ട്രിമ്മർ. ഇതൊക്കെയാണ് നമ്മൾ സലൂൺസിൽ കാണുന്ന സംഭവം. കോഡ്ലെസ് ആണോ? അല്ലേ, ഇത് കോഡ്ലെസ് അല്ലെന്ന് തോന്നുന്നു. കോഡ്ലെസ് അല്ല, ഇത് കോഡ്ലെസ് ആണ്. ഇതൊക്കെ കോസ്മെറ്റിക് ഐറ്റംസ്. മേ ബി നമുക്ക് വേറെ സെക്ഷനിലോട്ട് പോവാം. ഇവിടെ ക്രിയാറ്റിനൊക്കെ ഉണ്ട് ഗൈസ്.
ക്രിയാറ്റിൻ എടുക്കുന്നവർ ശ്രദ്ധിക്കുക, ജിമ്മിൽ പോകുന്നവർ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് എടുക്കുകയുള്ളൂ. ക്രിയാറ്റിൻ ലെവലൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുകയുള്ളൂ. ഇതൊക്കെ ഹോമിൽ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ കണ്ടോ, ടംബ്ലർ, നമുക്ക് ടൂത്ത് ബ്രഷും പേസ്റ്റൊക്കെ ഇട്ട് വയ്ക്കുന്നതും പിന്നെ സോപ്പ് വയ്ക്കുന്നതും, ഇത് കോമ്പിനേഷൻ ആയിട്ടുള്ളത്. ഇതുണ്ടോ, ടോയ്ലറ്റ് നൈറ്റ് ലൈറ്റ്, മോഷൻ ആക്ടിവേറ്റഡ്. ഓ, ഡിസ്നിയുടെ സ്റ്റിച്ചിൻ്റെ പോർട്ടബിൾ ഫാൻ ഉണ്ട് ഇവിടെ. ഡിസ്നി സ്റ്റിച്ച് പോർട്ടബിൾ ട്രൈപോഡ് ഫാൻ. ഇത് കൊള്ളാൻ തോന്നുന്നു. ട്രൈപോഡ് എല്ലാം നമ്മളിങ്ങനെ വെച്ച് കാറ്റ് കൊള്ളാം. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ചാർജിങ് ടൈപ്പ് ആണ്, കൊള്ളാം, കുഴപ്പമില്ല. ഇത് അതിൻ്റെ വേറൊരെണ്ണം, ഇത് കുറച്ചുകൂടെ വലുതാണ് തോന്നുന്നു. ഇത് ഡെസ്ക്ടോപ്പ് ഫാൻ. ഇത് റീചാർജബിൾ ആണ്, കൊള്ളാം. ഇതും ഡെക്കറേഷൻ ഐറ്റംസ് ആണ്. പക്ഷേ ഇതൊന്നും നമ്മൾ മേടിച്ചാൽ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് ഇവിടെ യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ബ്രോ, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഐറ്റംസ് ഉണ്ടോ? ഒന്നും കണ്ടില്ല. സെറാമിക്കിലുള്ളൊരു സ്റ്റാച്ചു പോലത്തെ സംഭവം ഗൈസ്. ടംബ്ലർ. ഇത് മിൽക്ക് ഫ്രോത്തറാണ്. മിൽക്ക് ഫ്രോത്തർ, ബ്ലോ പമ്പിൻ്റെ മിൽക്ക് ഫ്രോത്തർ. എസ്പ്രസോ മെഷീനൊക്കെ ഉണ്ടല്ലേ. ക്യാപിച്ചിനോ, ഫ്ലാറ്റ് വൈറ്റ്, അമേരിക്കാനോ. ഇത് എത്ര ഹെവി ആണ് ബ്രോ? ഇതൊന്ന് പിടിച്ചേ ബ്രോ, എടുത്ത് നോക്കിക്കേ. ഈ സംഭവം കൊള്ളാം, എസ്പ്രസോയുടെ. എത്ര kg ഉണ്ടെന്ന് നോക്കിക്കേ ബ്രോ, എനിക്ക് ആഡ് ചെയ്യാവുന്ന. വെയിറ്റ് എഴുതിയിട്ടില്ലല്ലോ ബ്രോ. വെയിറ്റ് എഴുതിയിട്ടില്ല എങ്കിലും എത്ര വരുമായിരിക്കും? ഒരു 3 വരുമായിരിക്കും അല്ലേ? ഒരു 3 kg വരും. നമുക്ക് വേണമെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ ഇത് മേടിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഐസ്ഡ് കോഫിയുടെ സാധനമുണ്ട്, അങ്ങോട്ട് കടിക്കും. ഐസ്ഡ് കോഫി, ഐസ്ഡ് കോഫിയുടെ ആ ബ്ലൂ സാധനം, അതും കൊള്ളാം, കുഴപ്പമില്ല. ഇത് ബോഷിൻ്റെ സംഭവമാണ്, ബോഷിൻ്റെ കൊള്ളാം. ഇവിടെ വരുമ്പോൾ പിന്നെ കെറ്റിലൊക്കെയാണ്. ഈ കെറ്റിൽ നല്ല രസമാണ് ബ്രോ. ഇത് എലിമിനേറ്റ് ആവും ഇതിൻ്റെ അകം, കണ്ട വാട്ടർ ഇപ്പം ഹീറ്റ് ആകുമ്പോഴേ ഇത് റെഡ് കളറാവും ലൈറ്റ്. ഇത് എയർ ഫ്രയറാണ്. ഇത് 2 സെക്ഷനുള്ള എയർ ഫ്രയർ, ഭയങ്കര വലുതാണ്. പിന്നെ ബ്രെഡ് ടോസ്റ്റർ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, എയർ ഫ്രയേഴ്സ്. ഇത് ഫുൾ ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് ഗൈസ്. ഇത് ഡീപ്പ് ഫ്രയർ, ഇത് വെയിറ്റുണ്ടോ ബ്രോ? ഈ ഡീപ്പ് ഫ്രയറിലാണ് KFCയിൽ ചിക്കൻ ഉണ്ടാക്കുന്നത്. പിന്നെ ബ്ലെൻഡേഴ്സ്, പല ടൈപ്പ് ബ്ലെൻഡേഴ്സ്. ഇത് ഫുഡ് ചോപ്പർ അല്ലേ? ഇത് ഫുഡ് ചോപ്പറാണ്. അതെ, ഇത് പോർട്ടബിൾ ബ്ലെൻഡർ പോലത്തെ സംഭവം. ഇത് എൻ്റെ കയ്യിലുണ്ട്. ഇത് നോർമൽ ബ്ലെൻഡേഴ്സ്.
ഇത് ബ്രെഡ് ടോസ്റ്റേഴ്സ്, ഓംലേറ്റ് മേക്കർ, മൾട്ടി എഗ് കുക്കർ. അതും കൊള്ളാമല്ലേ? 10 pounds. ഇതെല്ലാം ചോപ്പേഴ്സ്. ഹാൻഡ് ഹെൽഡ് വാക്യൂം ബ്രോ, up to 20 minutes. You need a separate cooker or an egg. എഗ്ഗിനാ ബ്രോ? ഇത് ആക്ച്വലി നമുക്കൊരു സ്പെസിഫിക് കൗണ്ട് ഓഫ് എഗ്, അതായത് ഇപ്പോൾ 7 എഗ്ഗൊക്കെ ബോയിൽ ചെയ്യണമെങ്കിൽ ഇതിൽ വയ്ക്കാം. മേ ബി ബ്രോ എഗ് പോഷർ ആൻഡ് ഓംലേറ്റ് മേക്കർ ട്രേസ് ഓൾസോ ഇത്. സോ ജസ്റ്റ് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. സേവ് ഗ്യാസ്, വേസ്റ്റ് ഇലക്ട്രിസിറ്റി. ഇതെല്ലാം വേസ്റ്റ് ഇടുന്ന ഡസ്റ്റ്ബിൻസ് ആണ്. ഇവിടെ തന്നെ ഇതും കാണാം, അയൺ ബോക്സസ് പല ടൈപ്പ്. കോട്ട്ലെസ്, ഇത് കോട്ട്ലെസ് അയൺ ബോക്സാണ് ബ്രോ. ഇത് ചാർജിങ് പാഡ്. ഇതിൽ നിന്ന് ഇങ്ങനെ ഊരി എടുക്കണ്ട. ഡിസൈൻ കൊള്ളാമല്ലേ? ഒരു ഫൈറ്റർ ജെറ്റ് പോലെ ഉണ്ട്. ഇതെല്ലാം വാക്യൂം ക്ലീനേഴ്സ് ആണ്. ടീം ഇതാണ്ട് ചെയ്താ ബ്രോ. ഇത് ഗാർമെൻറ്റ് സ്റ്റീമറാണ്. നമുക്കിപ്പോൾ അയൺ ബോക്സിനകത്ത് ഇതാണ് മിക്കവരും ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. 20 pounds. The tool section, tools, driller, cordless screwdriver, driller, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് സെക്ഷൻ. ഈ ടോയ് സെക്ഷൻ. ഇതാണ് ടോയ് സെക്ഷൻ ഗൈസ്. ഡോളൊക്കെ കണ്ടോ ബ്രോ? അതിൻ്റെ ഐസ് ക്ലോസ് ആവുമോ? ഇല്ല. ഇതുള്ളല്ലോ, ഐസൊക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് ഉണ്ട്. വീഴല്. ഇതെല്ലാം ഡോൾ സെറ്റാണ്. സിൻഡ്രല്ലയാണ് പ്രിൻസസ് കളക്ഷൻ. എല്ലാം ഉണ്ട്. സിൻഡ്രല്ല, സ്നോ വൈറ്റ്, മെർമെയ്ഡ്, എല്ലാത്തിൻ്റെ ആയിട്ടുള്ളൊരു കളക്ഷനാണ്. ദിസ് ഈസ് നൈസ്. എല്ലാത്തിൻ്റെ ഐയുടെ ഡീറ്റെയിൽ കണ്ടോ? ബ്രോ ബലൂൺസ്. Look at this. ബലൂൺ ഉണ്ടോ? ട്രോപ്പിക്കൽ പാർട്ടി ബലൂൺ. ഇതെങ്ങനെയാ? ഈ പൈപ്പ് ടാപ്പ് വഴി വെള്ളം ഫില്ല് ചെയ്യുക, ഈ വലിച്ചെറിയുക. ഇവിടെ വേറെ കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഡോൾസ് ഉണ്ട്. ഇത് ബാർബിയാണോ? അല്ലല്ലോ. These are nicer. ഡോൾസിൻ്റെ ഒക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ ടോയ്സ് ഫുൾ നോക്കുന്നത്? ഞാൻ എൻ്റെ നീസിന് വേണ്ടി മേടിക്കാനാണ് നോക്കുന്നത്.
സോ നല്ല കുറച്ച് കിട്ടില്ലൻ ടോയ്സ് വേണം. അപ്പം നമുക്ക് അത് നോക്കി കണ്ടുപിടിക്കാം. ഇതൊക്കെ കൊള്ളാമല്ലേ, കുഞ്ഞു കുഞ്ഞു സാധനം, ഫിഗേഴ്സ്. ജസ്റ്റ് ഡിസൈന് വേണ്ടി വയ്ക്കാം. സ്ക്വീഷ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ബ്രോ, ജസ്റ്റ് ആണോ? ഓക്കെ, ട്രൈ മീ. ഇതെന്ത് വേണമെന്തോ. എന്താ വെള്ളത്തിൻ്റെ സൗണ്ടാണല്ലോ കേൾക്കുന്നത്. മെമ്മറി മെയ്സ്. ഓ മൈ ഗോഡ്, മാച്ച് ബോക്സ് ബ്രോ. ഇത് എൻ്റെ കളക്ഷൻ തന്നെ, മാച്ച് ബോക്സ്. കർമ്മേറോ കേട്ടിട്ടില്ലേ വണ്ടി ഏതാന്ന്? ഇല്ലേ, ഞാൻ മേടിച്ചതിന്. ഇത് ലിഗോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലിഗോയുടെ ഷോറൂമിൽ പോയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ നോക്കുക. ഇതെല്ലാം ലിഗോയുടെ സെറ്റ്സാണ്, ഫോർമുല 1 അങ്ങനെയുള്ള. ഇത് സ്റ്റിച്ചിൻ്റെ കളക്ഷൻ. സ്റ്റിച്ച് എന്ന് പറയുന്ന ഡിസ്നി ക്യാരക്ടറുണ്ട്. ഇത് നോക്കിക്കേ ബ്രോ, സ്മാഷേഴ്സ്. ഇതെന്ത് എത്ര ഹെവി. ഇതിൻ്റെ അകത്ത് സ്ലൈം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. മൈൻ ക്രാഫ്റ്റിൻ്റെ ഗോഡ്സില സ്ട്രോങ്ങിലൊരു ക്യാരക്ടറാണല്ലോ ലാസ്റ്റ് ഇറങ്ങിയ. ഇത് ഗോഡ്സില്ല അല്ല, ഇത് കോങ്. ഇത് സ്കാർക്കിങ്. ഓ, സ്കാർക്കിങ് ആണ് ബ്രോ. ആർമി സെറ്റ്. കുറേ കുഞ്ഞു കാറുകളുടെ സെറ്റും ഉണ്ട് ഇവിടെ. സി ബ്രോ, ഇത് കൊള്ളാമല്ലേ, നല്ല കളക്ഷൻ ഉണ്ട്. ഇത് നോക്കിക്കേ, ബ്ലോക്ക് ഫേസിൻ്റെ ഹാരി പോട്ടർ. അതിൻ്റെ സ്ട്രേഞ്ചർ തിങ്ങിൻ്റെ ഉണ്ട്. ഇത് സ്ട്രേഞ്ചർ തിങ് അല്ല, ഇത് സ്റ്റാർ വാഴ്സ് ഉണ്ട്. സ്ട്രേഞ്ചർ തിങ്ങിൻ്റെ ഉണ്ടല്ലോ, സ്ട്രേഞ്ചർ തിങ്ങിൻ്റെ ഉണ്ട്. ഇതിൽ ഒരെണ്ണം എവിടെ പോയി? അത് എടുത്തുകൊണ്ട് പോയെന്ന് തോന്നല്ലേ. അതാണ്ട് ഇത് ഓപ്പണാ. ഇതിൽ ചില പാക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ആണ്. ഗ്ലൗസ് ആണ്. ഹൽക്കിന്റെ ഹാൻഡ് ഗ്ലൗസ് ആണ്. ഇത് ജുറാസിക് വേൾഡിലെ ടീറക്സ് ആനിമേറ്റ് ആവും. ടീറക്സ് അല്ലേ ഇത്? ഓ, ടെയില് സെപ്പറേറ്റ് ആക്കി വെച്ചേക്കുക, കണക്ട് ചെയ്യണം. ഇവിടെ ഫുൾ ടോയ്സ് ആണ്. ഓരോന്നായിട്ട് നമ്മൾ നോക്കി നോക്കി തന്നെ എടുക്കേണ്ടി വരും. ഇത് ഇൻഫിനിറ്റിയുടെ വണ്ടിയാണല്ലോ, ഇൻഫിനിറ്റി QX80. പക്ഷെ ഇത് ലാൻഡ് റോവർ വല്ലതും ആയിരുന്നു എടുക്കായിരുന്നു. ഓ, ഫിഷ്. എനിക്കൊന്ന് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ടെയില് മൂവ് ആവുമായിരിക്കും. കൊള്ളാം കേട്ടോ, നല്ല സാധനം. അതിൻ്റെ വലുതും ഉണ്ടെന്ന് തോന്നുന്നു ബ്രോ. അതാ ഷാർക്ക്. ഇതെന്തുവാ? കാർസ് കളക്ഷൻ, അൾട്ടിമേറ്റ് ഡ്രാഗ് റേസ്. കണ്ടിട്ട് എല്ലാം ലാംബോർഗിനിയാണെന്ന് തോന്നുന്നു ബ്രോ. കോപ്റ്റർ നമ്മൾ ലാസ്റ്റ് DJ കണ്ടില്ലേ, അതിനവര് ഇത് യൂസ് ചെയ്യാം. ക്യാമറ എല്ലാം അറ്റാച്ച് ചെയ്താൽ മതി.
ഹോട്ട് വീൽസിൻ്റെ വലിയൊരു കളക്ഷൻ ഉണ്ട്. It's small. കാരിയർ ആണെന്ന് തോന്നുന്നു. കാരിയർ പ്ലസ് ട്രാക്ക് ഉണ്ടെന്ന് തോന്നുന്നു. Yeah. ഓ ഇവിടെയും കാറിൻ്റെ കളക്ഷൻ ഉണ്ട് ഗൈസ്. ബ്രോ ഇത് മിനിയേച്ചേഴ്സ് ആണ്. ഇത് കൊള്ളാം കേട്ടോ, ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ എടുക്കുന്നേ? ഇത് ഏത് വണ്ടി ഇത്? ക്വാളിറ്റി ഉണ്ട്, പക്ഷെ മോഡൽ ഏതാന്ന് അറിഞ്ഞൂടാ. ഇത് വോക്സ്വാഗൻ ബീറ്റിലാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് ലെക്സസ് RCF അല്ലേ? വോക്സ്വാഗൻ ബീറ്റിൽ. ഓ മിനി കൂപ്പർ ഉണ്ട്, മിനി കൂപ്പറാണ് ഗൈസ്. ഓ ഇവിടെ വേറെയും കുറേ ടോയ്സ് ഉണ്ട്, ബോളും അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇവിടെ ആ സ്പീക്കറിൻ്റെ തൊട്ടടുത്ത ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കും. നമുക്ക് ഈ സൈഡിലോട്ട് പോകാം. ഫുൾ ടോയ്സ് ആണ് ഗൈസ്. വാട്ടർ പിസ്റ്റൽ, ഇതിൽ വെള്ളം നിറച്ചിട്ട് അടിക്കുന്ന സാധനം. ഇതൊരെണ്ണം വാങ്ങിച്ചിട്ട് ലോയിക്ക് 2 അടി കൊടുക്കണം. ഇതെല്ലാം ഡെക്കറേഷൻ ഐറ്റംസ് ആണ്. ഇനി കാണിക്കുന്ന ഇതെല്ലാം ഡെക്കറേഷൻ ഐറ്റംസ് ആണ്, ഹോമിന് നമുക്ക് വയ്ക്കാനുള്ള. ഇത് ടോയ്സ് ആണ്, ലൈറ്റ് എത്തുന്നതെന്ന് തോന്നുന്നു. ഫുൾ ഡെക്കറേഷൻ സംഭവങ്ങൾ, ലൈറ്റും അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇതെല്ലാം സോളാറാണ് സംഭവം, ഒന്നും ബാറ്ററി ഒന്നുമല്ല, സോളാർ. അതുപോലെ തന്നെ ഫെൻസ് ലൈറ്റിങ്, ഇതും സോളാറാണ്. നമുക്ക് മതിലിൻ്റെ മുകളിൽ വയ്ക്കാം. എത്ര എണ്ണം? 6 എണ്ണം വരുന്നൊരു സെറ്റാണ്. കൊള്ളാം, നല്ല സംഭവം. ഇതൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. മേ ബി ആമസോണിൽ കാണുമായിരിക്കും, പക്ഷെ അത്ര ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടില്ല. ഇവിടെ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് കൂടുതലും. ഇത് ഗ്രൗണ്ട് ലൈറ്റാണ്, വാട്ടർ പ്രൂഫ് ആണെന്ന് തോന്നുന്നു. നോ വയറിംഗ് റിക്വയർഡ്, ഓട്ടോ ഓൺ ഡെസ്ക്. സോളാർ ആയിരിക്കും, സോളാർ തന്നെ. നമുക്ക് എത്ര ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഈ സംഭവം കൊള്ളാം, സോളാർ സ്പൈറൽ ലാൻഡ്. ഇത് ഫുൾ സോളാർ ലൈറ്റിംഗ് സെറ്റാണ്. ഇതൊക്കെ ഓണായിരിക്കുന്നു, ഇതുണ്ടോ? ഇതിങ്ങനെ വയ്ക്കാം. മുകളിൽ സോളാറിൻ്റെ ഇത് ഉണ്ട്, രാത്രിയാകുമ്പോൾ ഇത് കത്തും.
അതിൻ്റെ എന്നതാ സ്റ്റോൺ ഫിനിഷ് ഉള്ളതുണ്ട്. സൂപ്പർ മാർക്കറ്റിൻ്റെ എൻഡായി. നിങ്ങൾക്ക് ഞാൻ ഇവിടെയുള്ള വെറൈറ്റി ഐറ്റംസ് കാണിച്ചിരുന്നുള്ളൂ, എല്ലാം കാണിക്കുന്നില്ല. ഇത് വോൾ ആർട്ടാണ്, നമ്മൾ ജസ്റ്റ് വോളിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന മെറ്റലാണ് സംഭവം. സ്ക്രീനിങ്, ഗ്രില്ല് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ, ബാർബിക്യൂവിൻ്റെ ചാർക്കോള്, നെറ്റ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. ഇത് ഗാർഡനിങ് സംഭവങ്ങൾ, ഹോസ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. ഇതൊക്കെ ഉണ്ട്, ഫെൻസ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. ഇത് നമുക്ക് നാട്ടിൽ കൊണ്ടുപോകുന്ന കാര്യം നടക്കത്തില്ല ഗൈസ്. ബിയർ ടവറാണ് ഇത്. നമുക്ക് ടവർ ഇങ്ങനെ മേടിക്കാൻ കിട്ടും, ബിയർ ഫില്ല് ചെയ്താൽ മതി. അതുകൊണ്ട് സ്പീക്കർ ഉള്ളതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോകും. കോപ്പി റൈറ്റ് അടിക്കും, നമ്മൾ ഇത്രയും ഷൂട്ട് ചെയ്തത് വെറുതെ ആവും. സോ നമുക്ക് അപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബാർബിക്യൂ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചാർക്കോൾ കത്തിക്കുന്ന ലിക്വിഡ് ജെല്ലെന്ന് തോന്നുന്നു, ജെല്ലാണ്. വുഡ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ്. ഇതിൻ്റെ ഡെക്കറേഷൻ, ഇതെല്ലാം പ്ലാസ്റ്റിക് പൂവാണ്, ഒന്നും ഒറിജിനലല്ല. പക്ഷെ കണ്ടാൽ ഒറിജിനൽ പോലെ ഫീൽ ചെയ്യും, ജസ്റ്റ് ഒരു ഫീൽ. ഇതും അതുപോലത്തെ ഹാങ് സംഭവങ്ങൾ. ഓ, നിഖിൽ വന്നിരിക്കുന്ന ഗൈസ് വീണ്ടും. എവിടെയായിരുന്നു? കവിൻ എന്താ പറഞ്ഞു? കോൾ ചെയ്താ? റേഞ്ച് ഇല്ലായിരിക്കും അല്ലേ? എനിക്ക് റേഞ്ച് ഇല്ല. ബ്രോ, ലോൺ സീഡ് ഇതൊക്കെ കൊണ്ടുപോയാൽ ബ്രോയിനെ എയർപോർട്ടിൽ വെച്ച് പിടിക്കും, വീടാണെന്നും പറഞ്ഞു. ഇത് ഫോം മെഷീൻ, ഫോം ഉണ്ടാക്കാനുള്ള മെഷീനാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മളങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സെക്ഷനും കവർ ചെയ്തിട്ടുണ്ട്. ഇനി കവർ ചെയ്യാത്ത സെക്ഷൻ ഇതൊക്കെയാണ്. ഇവിടെ ഇത് കുറച്ച് ഹെഡ്ഫോൺസ് ഒക്കെയാണ്. ബ്രാൻഡഡ് ആണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ തന്നെ ഒരു ബ്രാൻഡാണ്. ഓ, റൈസർ ഉണ്ടല്ലേ? ഇത് റൈസറാണോ ബ്രോ? ആ, റൈസറാണ്. റൈസർ ബ്രാൻഡ് ഉണ്ട്. കീബോർഡ്സ്, RGB കീബോർഡ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ലൈറ്റ്
വയർലെസ് LED ലൈറ്റ് സ്വിച്ച്. It's not wireless. വയറില്ല ബ്രോ. I think it works on battery or something. That's what I meant. Stupid thing. What do you call Strip light kit, bro. Then wireless. സ്ട്രിപ്പ് ലൈറ്റ് കിറ്റാണ്. കണക്ടേഴ്സ് എല്ലാം ഉണ്ട്. സോൾട്ട് ലാമ്പ് ഇറങ്ങിയതിന് നമുക്കിനി അടുത്ത ഷോപ്പിലോട്ട് പോവാം. അപ്പം ഇതാണ് B&Mൻ്റെ അകത്തുള്ള സംഭവങ്ങൾ. സോ ഗൈസ്, നമ്മൾ ആ B&M ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. സോ ഈ ഒരു ഷോപ്പ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും see you, bye.